രാജസ്ഥാൻ റോയൽസിനെ തകർത്തുകൊണ്ട് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്കാണ് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുംബൈ രാജസ്ഥാൻ മത്സരത്തിന്റെ സമഗ്രമായ ഒരു ചിത്രമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിന്റെ ടോപ്പ് ഓർഡർ ഒരിക്കൽ കൂടി കത്തിക്കയറുന്ന കാഴ്ചയാണ് ഇന്നത്തെ മത്സരത്തിലും കണ്ടത്. രോഹിത്തും റിക്കിൾട്ടണും ചേർന്ന് 116 റൺസിന്റെ സെഞ്ചുറി പാർട്ണർഷിപ്പാണ് ഓപ്പണിംഗിൽ നിന്ന് മുംബൈക്ക് സമ്മാനിച്ചത്. 38 പന്തിൽ 7 4ഉം 3 6ഉം സഹിതം 61 റൺസാണ് റിക്കിൾട്ടൺ നേടിയത്. മറുഭാഗത്ത് രോഹിത് ശർമ്മയും തന്റെ തനതായ ശൈലിയിൽ അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. ആദ്യ 5 മത്സരങ്ങളിൽ തകർന്നുപോയ രോഹിത് ശർമ്മ അവസാന 5 മത്സരങ്ങളിൽ ഉജ്ജ്വല ഫോമിലാണ് ഇപ്പോൾ ബാറ്റ് വീശുന്നത്. രോഹിത് മടങ്ങിയതിനു ശേഷം സൂര്യകുമാർ യാദവിന്റെയും ഹർദിക് പാണ്ഡ്യയുടെയും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് ഇന്ന് കണ്ടത്. 23 പന്തിൽ നിന്ന് 48 റൺസ് ഇരുവരും എടുത്തപ്പോൾ മുംബൈ 218 റൺസ് എന്ന വലിയ വിജയലക്ഷ്യമാണ് രാജസ്ഥാന് മേൽ ഉയർത്തിയത്. മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ തകർന്നടിയുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് കണ്ടത്. കഴിഞ്ഞ മത്സരത്തിലെ ഹീറോയായ സൂര്യാൻഷിയും ജയ്സ്വാളും തുടക്കത്തിലെ മടങ്ങിയപ്പോൾ നിതീഷ് റാണയും ഹെറ്റ്മെയറും ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തുക തന്നെയായിരുന്നു. റിയാൻ പരാഗും ധ്രുവ് ജുറലും ശുഭം ദുബെയും പൊരുതി നോക്കിയെങ്കിലും ബോൾട്ടും ബൂംറയും ചഹറും ഹർദിക്കും അടങ്ങുന്ന പേസ് ലൈനപ്പ് രാജസ്ഥാനെ വരിഞ്ഞു മുറുക്കുക തന്നെയായിരുന്നു. അങ്ങനെ വലിയ വിജയത്തോടു കൂടി പോയിന്റ് ടേബിളിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് ഇപ്പോൾ മുംബൈ നടത്തിയിരിക്കുന്നത്. ലീഗിന്റെ ആദ്യഘട്ടത്തിൽ അവസാന സ്ഥാനക്കാരായിരുന്നെങ്കിൽ തങ്ങളുടെ ടീമിന്റെ ശക്തി എന്താണെന്ന് മുംബൈ കാട്ടിക്കൊണ്ട് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. തോൽവിയേറ്റു വാങ്ങിയതോടുകൂടി രാജസ്ഥാൻ ഈ സീസൺ IPL നിന്നും ഏറെക്കുറെ പുറത്തായിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.